എന്ന് കരുതരുത്. ലാഭം തന്നെയാണ്. ലാഭം ഇഷ്ടം പോലെ കിട്ടും. 1, 2, 10 രൂപത്തിലല്ല, ഇഷ്ടം പോലെ ലാഭം കിട്ടും. ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇഷ്ടം പോലെ സമ്പത്തൊടുക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തൊരു ബർക്കത്താണ് അല്ലാഹു തആല കൊടുത്ത സിദ്ദീഖ് തങ്ങൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബർക്കത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബി, ബാപ്പയും സ്വഹാബി, മോനും സ്വഹാബി, പേരക്കുട്ടി സ്വഹാബി. എന്തൊരു ബർക്കത്താ സഹോദരങ്ങളെ. ജീവിതത്തിൽ അല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹുവിനോട് കൊടുത്ത ചെറുതാണോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് ഒരു ഉപ്പ വന്നിട്ട് ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, പരാതിപ്പെട്ടു, എന്റെ ബാപ്പ എന്റെ സമ്പത്തൊക്കെ പിടിച്ചു പറ്റി, വല്ലാതെ വിഷമുണ്ട് നബിയെ, ഞാൻ തൊഴിലെടുത്ത് വന്ന് ആ ശമ്പളം അങ്ങനെ തന്നെ വാപ്പ വാങ്ങി എന്ന് പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ബാപ്പാനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ആ സ്വഹാബിയോട് പറഞ്ഞു, ഉപ്പാനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. ആ ഉപ്പാനെ കൂട്ടാൻ വേണ്ടി ഈ സ്വഹാബി പോയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ആ ഉപ്പ നിങ്ങളടുത്തേക്ക് വരുമ്പോ ആ ഉപ്പാന്റെ മനസ്സിൽ മന്ത്രിച്ച ചില മന്ത്രങ്ങളുണ്ട്. മകനോട് സ്വത്ത് ചോദിച്ചിട്ട് മകൻ കൊടുക്കാതെ വന്നപ്പോ മനസ്സിൽ മന്ത്രിച്ച ചില മന്ത്രങ്ങളുണ്ട്. അതൊന്ന് തങ്ങൾ ചോദിച്ചു നോക്കണം ആ ബാപ്പാനോട്. അത് കേൾക്കാൻ തന്നെ വല്ലാത്ത സങ്കടമുള്ള ചില സങ്കടങ്ങളാണ്. ആ ഉപ്പ വരുമ്പോ അത് ചോദിക്കണം. അങ്ങനെ ആ ഉപ്പ വന്നപ്പോൾ ഉപ്പാനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ മകന്റെ സ്വത്ത് നിങ്ങൾ വാങ്ങുന്നു, ജോലി ചെയ്ത് വരുമ്പോ ഓരോ ടൈമിലും നിങ്ങൾ അങ്ങനെ വാങ്ങുന്നു എന്ന് പരാതിപ്പെട്ടല്ലോ. ശരിയാ നബിയെ, ഞാൻ വാങ്ങാറുണ്ട്. എന്തിനാന്നറിയോ? ഞാൻ വാങ്ങുന്നത് ഹൽ അൻഫഖതുഹു ഇല്ലാ അമ്മാതിഹി വഖാലാതിഹി, ഒന്നുകിൽ ഞാൻ വാങ്ങുന്നത് എന്റെ മോന് തന്നെ ചെലവഴിക്കാനാണ്, അല്ലെങ്കിൽ മാതൃ സഹോദരിമാർക്കാണ്. അവന്റെ ഉമ്മാക്ക് ഒരുപാട് സഹോദരിമാരുണ്ടൊക്കെ പാവങ്ങളാണ്, എനിക്കും ഒരുപാട് സഹോദരിമാരുണ്ടൊക്കെ പാവങ്ങളാണ്, അവർക്ക് ചെലവഴിക്കാനാണ്. എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല ഞാനത് വാങ്ങിയത്. ചിലപ്പോ ഇവന്റെ സഹോദരിമാർക്ക് തന്നെ ചെലവഴിക്കാൻ വേണ്ടിയും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് വിടൂ. മകനോട് നിങ്ങൾ സ്വത്ത് ചോദിച്ച സമയത്ത് നിങ്ങളെ മനസ്സിൽ ചില മന്ത്രങ്ങളൊക്കെ മന്ത്രിച്ചിട്ടുണ്ടല്ലോ. ആ മന്ത്രങ്ങൾ എന്താണ്? നിങ്ങൾ അതൊന്ന് പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ. നിങ്ങളെ മനസ്സിൽ ചില മന്ത്രങ്ങളൊക്കെ രൂപപ്പെടുത്തിയത് ചോദിച്ചിട്ട് മകൻ സ്വത്ത് തരാതിരുന്നപ്പോ, നിങ്ങൾ സ്വത്ത് വാങ്ങാൻ ഇങ്ങനെ പരാതിപ്പെട്ടപ്പോ എന്തൊക്കെയാണ് നിങ്ങളെ മനസ്സിൽ മന്ത്രിച്ചത്? അപ്പൊ ഉപ്പ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എന്റെ മനസ്സിൽ മന്ത്രിച്ച കാര്യങ്ങൾ അള്ളാഹു തങ്ങൾക്ക് അറിയിച്ചു തന്നല്ലോ. നിങ്ങളെ കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് യഖീനി ഏറ്റിത്തരട്ടെ, ഈമാനി ഏറ്റിത്തരട്ടെ. എന്റെ മനസ്സിൽ മന്ത്രിച്ച ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. غدوتك مولودا ومنتك يافعا تعلوا بما أجني عليك وتنهلوا. മോനെ, കുട്ടിയായിട്ട് നിന്നെ ഞാൻ പോറ്റി വളർത്തി, ഒന്നിനും കഴിയാത്തവനായപ്പോ നിന്നെ ഞാൻ സംരക്ഷിച്ചു വളർത്തി. എന്നിട്ട് നീ ഇങ്ങനെ പക്വതയിലെത്തിയിട്ട് സ്വന്തത്തിലേക്ക് ഒരു പക്വതയും പാകതയും നിനക്ക് വന്നപ്പോ ഞാൻ ചോദിക്കുന്നത്, ഞാൻ എന്തെങ്കിലും പറയുന്നത്, എല്ലാറ്റിനും നിനക്ക് ഓരോ കാരണങ്ങളാണല്ലോ. ഞാൻ എന്ത് ചോദിച്ചാലും നീ കാരണം പറഞ്ഞു മാറുകയാണ്. ഒന്നിനും എനിക്ക് നീ കൂട്ടുനിൽക്കുന്നില്ല, ഒന്നും ചെയ്തു തരുന്നില്ല. ഇദാ ലൈലത്തുൻ ളാഖതുക ബിസ്സഖമിലം അബിത് ലിസഖമീക ഇല്ലാ സാഹിറൻ ആതമൽമലു. ഒരു രാത്രി നിനക്ക് അസുഖം വന്നപ്പോ അന്ന് ഞാൻ എന്റെ കണ്ണ് ചിമ്മിയിട്ടില്ല മോനെ. നിനക്കെന്തെങ്കിലും പറ്റുമോ എന്ന് കരുതിയിട്ട് കണ്ണും തുറന്ന് ഞാൻ നിന്നെ നോക്കുക തന്നെയാണ്. ഞാനൊന്ന് കണ്ണ് ചിമ്മുമ്പോഴേക്ക് നീ കരയുകയാണ്. പിന്നെയും ഞാൻ കണ്ണു തുറന്നിരിക്കുകയാണ്. നേരം വെളുക്കുന്നത് വരെ നിന്റെ അസുഖം കാരണം ഉറക്കൊഴിച്ചല്ലോ മോനെ. കഅന്നീ അനൽ മത്റൂഖു ദൂനക ബില്ലദീ തുരിഖ്താ ബിഹി ദൂനി ഫൈനി യതഹ്മലൂ. ഇന്ന് ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നൊരു ഭിക്ഷകനെ പോലെയാണ്. എന്ത്
എന്തെങ്കിലും ഞാൻ ചോദിച്ചു വന്നാൽ നിന്റെ ഭാഗത്തുനിന്നത് കിട്ടാൻ വല്ലാത്തൊരു പണിയാണ്. ഭിക്ഷാടനത്തിന് വേണ്ടി നിന്റെ വാതിൽ മുട്ടിയിട്ട് വരുന്ന ഒരാളെ പോലെയാണ് ഇന്ന് ഞാൻ നിനക്കൊരു അസുഖം വന്നപ്പോ എനിക്ക് ഉറക്കം വരാതെ എന്റെ ശരീരം ഞാൻ ക്ഷീണിപ്പിച്ചു. ഇന്ന് ഞാൻ വൃദ്ധനായി പ്രായത്തിൽ അങ്ങേയറ്റത്തിലെത്തിയിട്ട് നിന്നോട് വല്ലതും ചോദിക്കുമ്പോ ഞാൻ ഭിക്ഷിച്ചു വരുന്നവനെ പോലെയാണ്. തഖാഫുർറദാ നഫ്സി അലൈകാ വഇന്നഹാ ലതഅലമു അന്നൽ മൗത വഖ്തും മുഅജ്ജലൂ. എന്റെ ശരീരം പേടിക്കുന്നത് നാശത്തെയാണ്. എന്റെ ശരീരം പേടിക്കുന്നത് നശിച്ചു പോകാനുള്ളതല്ലേ നമ്മുടെ ശരീരം. മരണം വരുമെന്നുറപ്പാണല്ലോ. ഫലമ്മാ ബലഗ്ത സിന്ന വൽഗായതല്ലതീ ഇലൈഹാ മദാമാ കുന്തു ഫീഹാ ഉഅമ്മിലൂ. അങ്ങേയറ്റത്തെ പ്രായം ഞാനെത്തി. നിന്നെ അവലംബിച്ച് ജീവിക്കാനുള്ള ഒരു പ്രായം എനിക്കെത്തിയപ്പോ ഞാൻ നിന്നെ കൊണ്ടെല്ലാം എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ട് നിന്നെ സമീപിക്കുമ്പോ നീ എന്നോട് പ്രതികരിക്കുന്ന പ്രതികരണം മുഴുവനും പരുഷ സ്വഭാവത്തിലാണ്, കടുപ്പമേറിയ ഭാഷയിലാണ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചു വന്നാലോ നീ വലിയ ഔദാര്യം ചെയ്യുന്ന ആളെ പോലെ, വലിയ ഗുണം ചെയ്യുന്ന മുതലാളിയെ പോലെ എന്തെങ്കിലുമൊക്കെ തരുമ്പോ നിനക്ക് 100 വാക്കാണ്. അപ്പൊ തന്നെ നീ നിന്റെ അധ്വാനത്തിന്റെ വിലയും മറ്റൊക്കെ എന്നോടാ നീ പറയുന്നത്. ഞാൻ ചോദിച്ചു വരുമ്പോ ഭിക്ഷകനല്ലേ നിന്റെ മുന്നിൽ ഞാൻ ഔദാര്യം ചെയ്തിട്ട് വല്ലതും തരുന്നവനെ പോലെയാണ് നിന്റെ സമീപനം. മോനെ, ഞാൻ നിന്റെ ബാപ്പയാണെന്ന പരിഗണനയില്ലെങ്കിൽ അയൽവാസിയെ പോലെയെങ്കിലും എന്നെ കണ്ടൂടെ മോനെ. ഒരയൽക്കാരന് നീ എന്തൊരു സേവനം ചെയ്യും, അയൽക്കാരൻ എന്തൊരു ബഹുമാനം നീ ചെയ്യും. ബാപ്പാന്റെ ഒരു ഹക്ക് നിനക്ക് പരിഗണനയില്ലെങ്കിൽ അയൽക്കാരനെ പോലെയെങ്കിലും കണ്ടൂടെ. തറാഹു മുഇദ്ദല്ലിൽ ഖിലാഫി കഅന്നഹു ബിറദ്ദിൻ അലാ അഹ്ലിസ് സ്വവാബി മുഅക്കലൂ. അതേ, അയൽക്കാരൻ വന്നിട്ട് വല്ലതും ചോദിക്കുമ്പോ അയൽക്കാരനല്ലേ എന്ന് കരുതിയിട്ട് നീ മാന്യതയോടെ പരിഗണിക്കാറുണ്ടല്ലോ. ഈ പാട്ടങ്ങോട്ട് പാടിക്കഴിഞ്ഞപ്പോ അഖദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതലാബീബി ഇബ്നിഹി, മകന്റെ പെരടി പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ അന്ത വമാലുക ലി അബീക്, നീയും നിന്റെ സമ്പത്തും ബാപ്പക്ക് അവകാശപ്പെട്ടതാണ്, കൊടുത്തോളണം. സ്വത്ത് ചോദിച്ചതിനല്ലേ ബാപ്പ നിന്നോടൊരു കാശ് ചോദിച്ചതിന് ചോദിക്കാതെ തന്നെ കൊടുക്കേണ്ട ആളല്ലേ നീ. നമ്മൾ മനസ്സിലാക്കണം ബാപ്പാനോട് ടച്ചിന്റെ കുറവ്. എന്താ ബാപ്പാനോട് ടച്ചിന്റെ കുറവ്? ബാപ്പാന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മക്കള് ബാപ്പാനെ വിട്ടുപിരിയോ? ഇല്ലല്ലല്ല. അല്ലാ, എല്ലാരും ഓരം പറ്റിയിട്ടുണ്ടാകും. ഒന്നുമില്ലെങ്കിൽ പൊന്നുപോലെ നോക്കണം ബാപ്പാനി ഉമ്മാനി. അവരെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് അനന്തരം കിട്ടാൻ 1 രൂപ പോലും ഇല്ലാന്ന് കൂട്ടിക്കോളൂ. ഒരൊറ്റ രൂപ പോലും അനന്തരം കിട്ടാനില്ല നോക്കിക്കോളൂ. എന്നാലും ആ ബാപ്പാനി ഉമ്മാനി നല്ലോണം നോക്കണം. അവരോടുള്ള സംസാരം ക്ലിയർ ആകണം. അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഹക്ക് തീരൂലെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും മരണപ്പെട്ടുപോയി, എന്തെങ്കിലും ഇനി ബാപ്പക്കും ഉമ്മക്കൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉണ്ട്. ബാപ്പക്കും ഉമ്മക്കും അസ്സലാത്തു അലൈഹിമാ, നീ ചെയ്യേണ്ട ഒരു ബാധ്യത എന്താണെന്നറിയോ? അവർക്ക് വേണ്ടി നീ പ്രാർത്ഥന നടത്തണം. പ്രാർത്ഥിക്കേണ്ട ശൈലി വരെ അല്ലാഹു പഠിപ്പിച്ചു തന്നില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അതിനോടൊക്കുന്നൊരു പ്രാർത്ഥന ഏതാണുള്ളത്? സഹോദരങ്ങളെ, എല്ലാം ആ പ്രാർത്ഥനയിൽ നിറഞ്ഞു കിടപ്പുണ്ട്. ചെറുപ്പകാലത്ത് നോക്കിയതിന് തുല്യതയുണ്ടോ? എന്തെങ്കിലും അതിന് പകരമാകുമോ? കൊടുക്കുന്നതില്ലല്ലോ. അത് വെച്ചല്ലേ അള്ളാഹുവിനോട് പറയുന്നത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി നീ പൊറുക്കലിനെ തേടണം.
ഉപ്പാന്റെ ദോഷം പൊറുക്കാൻ, ഉമ്മാന്റെ ദോഷം പൊറുക്കാൻ പ്രത്യേകം നീ പറയണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന് നേരത്തെ പറഞ്ഞ പ്രാർത്ഥന അവരെ സുഖത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒഴിവാക്കാൻ പറ്റൂല, എപ്പോഴും വേണ്ടതാണ്. വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, മൂന്നാമത്തത് മരിക്കുന്നതിന്റെ മുമ്പ് വല്ല നിർദ്ദേശങ്ങളും നിന്നോട് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് നടപ്പിൽ വരുത്തണം, പാലിക്കണം. ദാപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് ശരിക്ക് പാലിക്കണം. അതിന്റെ വസിയത്തൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ